ഹായ് ഗീക്സ്, വെൽക്കം ടു ജിഷ്ണു ഗീക്സ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പൈത്തൻ്റെ ബ്രാൻഡ് ന്യൂ ക്രാഷ് കോഴ്സ് ആണ്. ഈ ഒരു ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാമിംഗ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഈ പ്രോഗ്രാമിംഗ് എന്ന സംഭവം എന്താണ്, ആക്ച്വലി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഫ്രം സ്ക്രാച്ച് എന്ന കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല സ്റ്റുഡൻസ്, ഡെവലപ്പേഴ്സ് എല്ലാവർക്കും പൈത്തൺ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കോഴ്സാണ്. ഓക്കെ, സോ ഈ കോഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കേഷൻ കിട്ടും. അതുകൂടാതെ നമ്മൾ ഫ്രം സ്ക്രാച്ച് എന്ന റിയൽ ലൈഫ് എക്സാമ്പിളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൈത്തൺ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് പൈത്തൺ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഡൗട്ട് ക്ലിയറിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഇവിടെ ഒരു ചെങ്ങായി ഉണ്ട്, ഒരു പെങ്കൊച്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ചെങ്ങായിക്ക് പെങ്കൊച്ചിനോട് സംസാരിക്കണമെങ്കിൽ ഈ പെങ്കൊച്ച് ഹിന്ദിക്കാരിയാണെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കണം, മല്ലു ആണെങ്കിലും മലയാളം സംസാരിക്കണം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണം. സോ രണ്ടുപേരും സംസാരിക്കാൻ ഒരു കോമൺ ലാംഗ്വേജ് ആവശ്യമുണ്ട്. എന്നാലും മാത്രമേ രണ്ടുപേര് പറയുന്നത് രണ്ടുപേർക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷന് ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇഫ് ഒരാൾക്ക് മലയാളം അറിയാം, മറ്റൊരാൾക്ക് ഹിന്ദി അറിയൂ, അപ്പോൾ എന്ത് ചെയ്യും? ലൈക്ക് അങ്ങനെയാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? മേരാ ജൂലിക്ക് വാപ്പസ് ദേതെന്ന് ഈ പെങ്കുച്ച് പറയുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ ഞാൻ അത്രക്കാരൻ നിഹിഹും എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, സോ അതുപോലെ ആവും. അപ്പോൾ ഒരു കോമൺ ലാംഗ്വേജ് ഇല്ലാണ്ട് നമുക്ക് രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം, ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ സോ അതിനൊരു ലാംഗ്വേജ് വേണം. അതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, സോ നമ്മൾ ഹ്യൂമൻസും കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ ഓക്കെ സോ ആക്ച്വലി നിങ്ങൾ വിചാരിക്കും, ഓക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മനസ്സിലായി, ഈ എന്തിനാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നത്? നിങ്ങൾ ഒരു IT അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോഡിങ് പഠിക്കണം, നിങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, ഒരുപാട് ടെക്കി ആൾക്കാരൊക്കെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കണ്ട്. സോ നിങ്ങൾക്ക് അത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ കോഡ് ചെയ്യാനുണ്ട്. ഈ കോഡ് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ്. എന്നിട്ട് ഈ ലാംഗ്വേജിന്റെ സഹായത്തോടു കൂടി നമ്മൾ കോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വെബ്സൈറ്റോ മൊബൈൽ ആപ്പാ ഡെസ്ക്ടോപ്പ് ആപ്പാ AI/ML ആപ്ലിക്കേഷൻസാ എന്ത് വേണേലും ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും സെറ്റ്. അപ്പോൾ നമ്മളെ ഹ്യൂമൻ ലാംഗ്വേജ് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ കോഡ് ചെയ്യും. ഓക്കെ, പക്ഷെ കോഡ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ ബൈനറി ലാംഗ്വേജ് ആണ്, ബൈനറി സംഭവങ്ങളാണ്. എന്താണ് ഈ ബൈനറി സംഭവങ്ങൾ? ബൈനറിന്റെ പേര് തന്നെയുണ്ട്. ബൈ എന്ന് വെച്ചാൽ എന്താണ്? ബൈ എന്ന് വെച്ചാൽ രണ്ട്. ഓക്കെ, ബൈനറി വെച്ചാൽ 0 1 ഉള്ളത് രണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടറിന് ബൈനറി മാത്രം 0 1 2 3 4 5 അതെല്ലാം വെച്ചുകൂടെ? എന്തുകൊണ്ടാണ് ഈ 0 1 ഓൺലി രണ്ട് കേസ് മാത്രം വെച്ചത്? അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളെ വീട്ടിൽ ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്ത് സ്വിച്ച് താഴോട്ട് ഇട്ടാൽ ഓൺ ആവും, മുകളിലോട്ടാക്കി ഓഫ് ആവും. ഈ ഓഫ് ആവുന്ന സമയത്ത് 0 എന്നുള്ള സ്റ്റേറ്റും ഓൺ ആവുന്ന സമയത്ത് 1 എന്നുള്ള സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരിക്കലും ഈ ലൈറ്റ് സെന്ററിൽ വെച്ചിട്ട് പകുതിക്ക് വെച്ചിട്ട് നമുക്ക് ലൈറ്റിന് കളർ മാറ്റാനോ എന്ത് ചെയ്യാനും പറ്റൂല. ഓക്കെ, അതിന് വേറൊരു സ്റ്റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുകിൽ ഓൺ ആവണം അല്ലെങ്കിൽ ഓഫ് ആവണം. ഓക്കെ, ഇതിപ്പോ ഹാർഡ്വെയറിന്റെ കേസിലാണെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സിന് അങ്ങനത്തെ ഒരുപാട് പരിപാടീസ് ഉണ്ട്. ഹാർഡ്വെയർസ് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഹാർഡ്വെയർ സംഭവങ്ങൾ, അവിടെ ഈ 0 1 കാര്യങ്ങൾ മാത്രമേ പാസ് ചെയ്യാൻ പറ്റൂ. ഇത് ഇതുപോലെ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിന് ബൈനറി ലാംഗ്വേജ് മാത്രം മനസ്സിലാവുന്നെന്ന് പറയുന്നത്. ഓക്കെ, അതും ഓക്കെ. ഇനി നമുക്ക് നോർമലി ഒരു ഫ്ലോ നോക്കാം. നമ്മളെ പൈത്തണും കൂടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ കോഡ് ചെയ്തും പൈത്തണിൽ ആ പൈത്തൺ കോഡ് നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ച് കയറ്റും. അത് നേരെ മെഷീൻ കോഡ്, അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് കമ്പ്യൂട്ടർ മാറ്റും. 0 1 എന്നുള്ള ഓരോ കോഡിനും ഓരോ 0 1 എന്നുള്ള സംഭവമാക്കും. എന്നിട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ അത് എക്സിക്യൂഷൻ ചെയ്തിട്ടാണ് ആ ആപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ആവുന്നത്. ഓക്കെ ഓക്കെ സെറ്റ്. ഇനി പൈത്തൺ ലാംഗ്വേജ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് വെബ് ഡെവലപ്മെന്റ് യൂസ് ചെയ്യാം, ഓട്ടോമേഷൻ ഓക്കെ അതിന് യൂസ് ചെയ്യാം, ഡെവോപ്സിന് യൂസ് ചെയ്യാം, സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങൾക്ക് ഡെവോപ്സിന്, AI മെഷീൻ ലേണിംഗ്, രണ്ട് ഓട്ടോമേഷൻ ആയിപ്പോയി അല്ലേ, അതുകൊണ്ട് സോ APIസിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് API ആണെന്ന് വിചാരിച്ചത്, API ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ പർപ്പസ് ഉണ്ട് പൈത്തൺ ലാംഗ്വേജ്. സോ അതുകൊണ്ടാണ് ബേസിക്കലി ഈ പൈത്തൺ എന്നുള്ള സംഭവം എന്ന് വെച്ചാൽ ശരിക്കും ഒരു സ്നേക്കിന്റെ പേരാണ്, ഒരു പാമ്പിന്റെ പേരാണ് ഈ പൈത്തൺ. ഓക്കെ, സോ ഈ പൈത്തൺ എന്നുള്ളത് ആ ഒരു വലിയൊരു പാമ്പാണ്. ആ വലിയ പാമ്പിനെ പോലെ തന്നെ ഒരുപാട് വലിയ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പൈത്തൺ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ഓക്കെ സോ ഇനി അടുത്തത് നമുക്ക് അടുത്ത് പറയുന്ന ടോപ്പിക് ഇന്റർപ്രറ്റർ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഒന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങളൊരു കോഡ് പൈത്തണിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ പൈത്തണിൽ കോഡ് ചെയ്യുന്നതൊക്കെ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചിട്ട് ഇതിന്റെ എൻഡ് ഓഫ് ദ സെക്ഷനിൽ
ഓക്കെ, കുറച്ച് തിയറിയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ചെയ്യുന്ന കോഡ് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമ്മളിപ്പോൾ പൈത്തണിൽ കോഡ് കുറേ ലൈൻസ് ഓഫ് കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മൾ പൈത്തൺ ഇന്റർപ്രറ്റർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് 3 പേര് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒരാൾ സംസാരിക്കും, രണ്ടാമത്തെ ആൾ സംസാരിക്കും, മൂന്നാമത്തെ ആൾ സംസാരിക്കും. എല്ലാവരും ഒരുമിച്ച് സംസാരിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് പുള്ളിക്കാരൻ സംസാരിക്കും, പിന്നെ ഒന്നാമത്തേത് ഇയാൾ സംസാരിക്കും, രണ്ടാമത്തേത് ഈ പെണ്ണുങ്ങൾ സംസാരിക്കും, പിന്നെ മൂന്നാമത്തേത് ഇയാൾ. ഓക്കെ, സോ ഇന്റർപ്രറ്റർ എന്ന് വെച്ചാൽ സെയിം ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇവിടെ കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ഫസ്റ്റ് കോഡ് വർക്കാവും, പിന്നെ രണ്ടാമത്തെ കോഡ് വർക്കാവും, പിന്നെ എഴുതിയ രണ്ടാമത്തെ കോഡ് വർക്കാവും, പിന്നെ മൂന്നാമത്തെ കോഡ് വർക്കാവും. ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്താണ് ഇന്റർപ്രറ്റർ എന്ന് പറയാം. ഓക്കെ, എക്സിക്യൂട്ട്സ് ലൈൻ ബൈ ലൈൻ. ഓക്കെ, സോ ഈ ജസ്റ്റ് ഇതൊന്ന് നോക്കി പേടിക്കണ്ട, ജസ്റ്റ് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ കോഡ് ചെയ്തിട്ട് സംഭവം റെഡിയാക്കി തരാം. ഓക്കെ, നമ്മൾ ഒരുമിച്ച് കോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അടുത്തത് നമുക്ക് ടോപ്പിക്സ് ആണ്, വേരിയബിൾസ്. ഇത് ഫുൾ ഇമേജ് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ പുള്ളിക്കാരനെ മാത്രം നോക്കി വെക്കുക. നിങ്ങൾ റേഷൻ കടയല്ല, നോർമൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങളോട് വീട്ടിൽ നിന്ന് അരി, വെളിച്ചെണ്ണ, ഷുഗർ, അങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറയും. ഓക്കെ, ഈ ഒരു ഇമേജ് മാത്രം ശ്രദ്ധിക്കുക, വേറെ ഒന്നും ശ്രദ്ധിക്കില്ലേ. ഓക്കെ, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഓക്കെ ഒരു 10-15 ലിസ്റ്റുള്ള സാധനങ്ങളാണ്. ഒരുപാട് സാധനങ്ങൾ പറഞ്ഞു, ലൈക്ക് ഓണാണ്, അതുകൊണ്ട് ഒരുപാട് സാമ്പാർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം. സോ നിങ്ങൾ എന്താണ് ചെയ്യുക, പേപ്പർ എടുത്തിട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കും ഓരോ സാധനങ്ങൾ വേണ്ടത്. റൈസ് ഇത്ര വേണം, ഓയിൽ പ്രൈസ് അല്ല, ലൈക്ക് റൈസ് ഇത്ര പൈസക്ക് വേണം, അങ്ങനെ ഒരു പ്രൈസ് വിട്ടെ. നോർമലി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റൈസ് ഇത്ര വേണം, ഓയിൽ ഇത്ര വേണം, ഷുഗർ ഇത്ര വേണം, അങ്ങനെ ഓരോന്ന് ഇത്ര വേണമെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതാണ്ട് പോയിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്തൊക്കെ സാധനങ്ങൾ വേണ്ടേ, കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല. ഒരു സാധനം സ്റ്റോർ ചെയ്ത് വെക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതും ഉണ്ടാവില്ല. അപ്പോൾ ബേസിക്കലി പൈത്തണിൽ വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങളിപ്പോൾ പേപ്പറിൽ ഇത് സൂക്ഷിക്കുന്ന പോലെ നമ്മുടെ വേരിയബിൾ ഈസ് നെയിംഡ് കണ്ടെയ്ൻ യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ക്യാൻ ബി റീയൂസ്ഡ് ആൻഡ് ചേഞ്ച് ലേറ്റർ. അതായത് പൈത്തണിൽ നമ്മളെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്താണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ നോട്ടിൽ എഴുതി സൂക്ഷിക്കുന്ന പോലെ നമ്മൾ പൈത്തൺ ലാംഗ്വേജിൽ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഏജ് എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ട്, ഇതിൽ 25 എന്നുള്ള ഒരു നമ്പർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ മൾട്ടിപ്പിൾ ഇതിൽ ഡാറ്റ ടൈപ്സ് ഒക്കെ നമുക്ക് വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് നോക്കി മനസ്സിലാക്കി വെക്കുക. വേരിയബിൾസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏതാ സംഖ്യ ചേഞ്ച് ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ ഒരു സംഖ്യ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കോഡിലും സംഭവം ചേഞ്ച് ചെയ്യേണ്ടി വരും. ബട്ട് മറിച്ച് ഇപ്പോൾ ഏജ് 25 ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഏജിനോട് ഒരു 5 കൂട്ടണമെങ്കിൽ നമ്മൾ ആ ഏജ് ആ ഒരു വേരിയബിൾ പ്ലസ് 5 എന്നുള്ള ജസ്റ്റ് ഒന്ന് കൊടുത്താൽ ആ വേരിയബിളിനെ റീയൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഈ സാധനം 25 തന്നെ നമ്മൾ എടുത്തെടുത്ത് എഴുതേണ്ടി വരും. എത്ര സ്ഥലത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 10-15 കോഡ് ലൈൻസ് ഓഫ് കോഡ് 25 എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലായിടക്കും 25 തന്നെ എഴുതേണ്ടി വരും. മറിച്ച് ഇവിടെയാണെങ്കിൽ അതിന്റെ പേര് മാത്രം, വേരിയബിളിന്റെ പേര് ഏജ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, സിമ്പിൾ. ഇതെല്ലാം നമ്മൾ കോഡ് ചെയ്ത് കാണിച്ചു തരും, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് വേരിയബിൾ. നമ്മൾ ഈ വേരിയബിൾസിലേക്ക് ഡാറ്റ ഇടണമല്ലോ. ഓക്കെ, ആ ഡാറ്റ ഇടുന്നത് സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, റൈറ്റ് സൈഡിൽ നോക്കല്ല, ലെഫ്റ്റ് സൈഡ് നോക്കുക. നിങ്ങളിപ്പോൾ കിച്ചണിൽ കയറാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. കിച്ചണിലെ സാധനങ്ങളാണ്. ഓക്കെ, കിച്ചണിൽ ഇപ്പോൾ ലൈക്ക് ഷുഗർ വെക്കണമെങ്കിൽ ഷുഗറിൻ്റെ ഒരു ബോക്സ് ഉണ്ടാവും, സാൾട്ട് വെക്കണമെങ്കിൽ സാൾട്ടിൻ്റെ ബോക്സ്, റൈസ് വെക്കണമെങ്കിൽ അരി വെക്കണമെങ്കിൽ അരിൻ്റെ ബോക്സ്, പിന്നെ ഉള്ളത് ഓയിൽ ഇടാൻ വേണ്ടിയിട്ട് ഓയിലിൻ്റെ കുപ്പി. ഇവിടെ ഇപ്പം നമ്മൾ റൈസിന്റെ പാത്രത്തിൽ നിന്ന് റൈസ് എടുത്തിട്ട് ഓയിലിന്റെ കുപ്പിയിൽ ഇടാൻ പറ്റില്ലല്ലോ. ഓയിൽ ഇടാൻ ഓയിലിന് പറ്റിയ കുപ്പി തന്നെ വേണം. ഓക്കെ, സോ ഓരോന്നിനും അതിൻ്റെതായ ബോക്സും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒന്നെടുത്ത് മറ്റേത് ഇടാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മളെ പൈത്തൺ പ്രോഗ്രാമിംഗിൽ ഓരോ ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഓരോ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻഡിജർ സ്റ്റോർ ചെയ്യാൻ 10 എന്നുള്ള ഇൻഡിജർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇൻഡിജർ എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതുപോലെ എന്താണ് 10.5 ഫ്ലോട്ട്, അതായത് ഇതുള്ള ഈ പോയിന്റ് വരുന്ന സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതുപോലെ സ്ട്രിംഗ് വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, str ഡാറ്റ ടൈപ്പ് ഉണ്ട്. പിന്നെ ട്രൂം ഫാൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബൂളിയൻ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇത്രയും ഡാറ്റ ടൈപ്സ് ആണ് നമ്മുടെ പൈത്തണിൽ വരുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്സ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. ഇനി നമുക്ക് പൈത്തൺ ഹാൻഡ്സ് ഓൺ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഈ കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ,
സോ എന്നിട്ട് നമ്മൾ വരുന്ന ഓപ്പൺ ചെയ്യുന്ന വിൻഡോയിൽ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ഉണ്ടാവും, വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ. ഓക്കെ, സോ ജസ്റ്റ് ഡൗൺലോഡ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവും. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇവിടെ ഐ ആക്സെപ്റ്റ് അഗ്രിമെന്റ് കൊടുക്കുക. നെക്സ്റ്റ് ആസ് ഇറ്റ് ഈസ് കൊടുക്കുക. സം ഡീറ്റെയിൽസ് ആണ്, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുക. നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് കൊടുക്കാം. ഈ ഡെസ്ക്ടോപ്പ് ഐക്കണിൽ തന്നെ കാണാൻ പറ്റും. നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ അടിക്കുക. സംഭവം റെഡി ആയിട്ടുണ്ട്. ലോഞ്ച് ചെയ്യേണ്ട, അൺടിക്ക്. അടുത്ത നമുക്ക് ഒരു ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. ഓക്കെ, ഇത് വിഷ്വൽ സ്റ്റുഡിയോ C++ എന്ന് പറയും. ഓക്കെ, സോ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതിൽ X64 ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് ആയിട്ടും ഡബിൾ ക്ലിക്കോ അല്ല റൈറ്റ് ക്ലിക്കോ നടത്തി ഓപ്പൺ ചെയ്യുക. ഐ അഗ്രി കൊടുക്കുക, ഇൻസ്റ്റാൾ അടിക്കുക. ഡൺ, അത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പൈത്തൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, python.org. ജസ്റ്റ് അതൊന്ന് നാവിഗേറ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യാം. അതിൽ പൈത്തൺ ഇൻസ്റ്റാളർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ലേറ്റസ്റ്റ് വെർഷൻ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ആ ഒരു അവിടെയുള്ള ടിക്കില്ലേ അത് കൊടുക്കുക. രണ്ടാമത്തെ ഈ ഒരു ടിക്കും കൂടി കൊടുക്കുക. പാത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടും കൊടുക്കാണ്ട് ചെയ്യാൻ പാടില്ല. കസ്റ്റം ഇൻസ്റ്റാളേഷൻ അടിക്കുക. അതിനുശേഷം ഇതിൽ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. ടിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ അടിക്കുക, എസ് അടിക്കുക. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് സെർച്ചിൽ വരിക, എന്നിട്ട് CMD അടിക്കുക. അപ്പോൾ ഈ സാധനം വരും, ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പൈത്തണ് നമ്മളെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയണോ നോക്കാം. പൈത്തൺ അടിക്കുക. ഓക്കെ, അതിന് ശേഷം ഈ ഒരു വര പോലത്തെ സാധനം, ഈ 0 കഴിഞ്ഞിട്ടുള്ള ആ ഒരു കീബോർഡിൻ്റെ അവിടെ ഉണ്ടാവും. പിന്നെ വേർഷൻ അടിക്കുക. അപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് കാണും. ഓക്കെ, ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈത്തൺ നമ്മുടെ സിസ്റ്റത്തിൽ എത്തി. ഇനി നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിനായിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പൈത്തൺ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇത് empty ആയിരിക്കും. സോ ഈ ഒരു ഫോൾഡർ നമുക്ക് VS Code ഓപ്പൺ ചെയ്യാം. അതിന് ഇതിങ്ങനെ അടിച്ചിട്ട് ബാക്ക് സ്പേസ് അടിക്കുക, CMD അടിക്കുക. അങ്ങനെ അടിച്ചിട്ട് വരുന്നില്ലെങ്കിൽ ഓപ്പൺ ടെർമിനൽ സിമ്പിളായിട്ട് കൊടുത്താൽ മതി, വരുമായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു കോഡും കൂടി ഉണ്ട്, രണ്ടെണ്ണം വന്നല്ല. ഇറ്റ്സ് ഓക്കെ. CODE അടിച്ച് സ്പേസ് ഇട്ടിട്ട്
ഒരു കുത്ത് കൊടുക്കുക, ഡോട്ട് കൊടുക്കുക, എൻ്റർ അമർത്തുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫോൾഡർ എന്താണ് നമ്മുടെ VS കോഡ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യുന്നതാണ്. ബാക്കിയുള്ള ടെർമിനലെല്ലാം ക്ലോസ് ചെയ്തോ. ഓക്കെ, സോ ഇത് ഫുള്ളാക്കി വെക്കാം. ഓക്കെ, സോ ഈ ഒരു ഫോൾഡറിൽ ഒരു കാര്യമില്ല, ഒരു സാധനങ്ങളും ഇല്ല. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്റ്റൻഷൻസ് എടുക്കുക, ഇവിടെ വന്നിട്ട് പൈത്തൺ അടിക്കുക. ഓക്കെ, ഇവിടെ പൈത്തൺ അടിച്ചിട്ട് ഇവിടെ പൈത്തൺ ഉണ്ടാവും. ഓക്കെ, ഇത് അടിക്കുക മൈക്രോസോഫ്റ്റിൻ്റെ. ഇവിടെ ഇൻസ്റ്റാൾ എന്നുണ്ടാവും നിങ്ങളിൽ, ഇൻസ്റ്റാൾ അമർത്തുക. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ഇൻസ്റ്റാൾ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഒന്ന് ക്ലോസ് ചെയ്ത് വന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഫോൾഡറിൽ ഓൺ ആക്കി വെക്കുക. ഒരു ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ hello.py, ഓക്കെ, ജസ്റ്റ് ഒരു പേര് കൊടുത്ത് പൈ ഫയൽ, നമ്മൾ പൈത്തൺ കോഡും കാര്യങ്ങളൊക്കെ എഴുതുന്നത് പൈത്തൺ ആയതുകൊണ്ട് പൈത്തണിൻ്റെ ഷോർട്ട് ഫോമിൽ ഡോട്ട് പൈ എന്നുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയും ഇതിനാ. ഈ ഡോട്ടിന് ശേഷം വരുന്ന എക്സ്റ്റൻഷൻ, ലൈക്ക് നിങ്ങളിപ്പോൾ സിവിയും കാര്യങ്ങളൊക്കെ ഡോട്ടിന് ശേഷം .pdf എന്നാണ് ഉണ്ടാവുക, കാരണം അത് PDF ആയിട്ടുള്ള ഒരു ഫയലാണ്. അതേപോലെ പൈത്തൺ ഫയലിന് .py എന്നുള്ള ഒരു ഫോർമാറ്റാണ് കൊടുക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് എഴുതാൻ പോവുകയാണ് ഗൈസ്. പ്രിന്റ്, എന്ത് കാര്യങ്ങളും നമ്മൾ ഫ്രണ്ട് എൻഡിൽ കാണിക്കണമെങ്കിൽ പ്രിന്റ് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഈ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് കണ്ട, അത് പോകണമെങ്കിൽ കൺട്രോൾസ് ഓടിക്കുക. സേവ് ചെയ്തില്ല എന്നാണ് അർത്ഥമാണ് ഇതിന്. സേവ് ചെയ്യുക, Ctrl+J അമർത്തുക. അപ്പോൾ ഇത് കുറേ ഓപ്പൺ ചെയ്ത് വരും, ഇതെല്ലാം ക്ലോസ് ചെയ്യുക. ഈ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. ഈ സംഭവം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ എന്താണ് എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളും ഫ്രണ്ട് എൻഡിൽ കാണിക്കണമെങ്കിൽ, ഫ്രണ്ട് എൻഡ് എന്ന് വെച്ചാൽ നമുക്ക് യൂസേഴ്സിനെ കാണിക്കണമെങ്കിൽ ഈ പ്രിന്റ് എന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന എന്ത് സാധനമാണെങ്കിലും നമുക്കത് ആപ്ലിക്കേഷനിൽ കാണിച്ചു തരും. ഇനി ഈ ഒരു ഫയൽ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ സ്പേസ് ആ ഒരു ഫയലിൻ്റെ പേര് hello.py. ഓക്കെ, എൻ്റർ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഹായ് കിട്ടി. ഓക്കെ, ഫസ്റ്റ് പ്രോഗ്രാം സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ഏതാ ഫസ്റ്റ് പ്രിന്റ് ചെയ്ത്, ഇവിടെ ഇപ്പോൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് Ctrl+S സേവ് ചെയ്യുക, അതിവിടെ പ്രിന്റ് ആവും. ഓക്കെ, ഫസ്റ്റ് കാര്യം പഠിച്ചു പ്രിന്റ് ചെയ്യണത്. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്തായിരുന്നു, ഇന്റർപ്രിറ്റർ. ഓക്കെ, പ്രിന്റ് 1. ഓക്കെ, ഇന്റർപ്രിറ്റർ ആണ് അടുത്ത പടി. ഇന്റർപ്രിറ്റർ എന്ന് വെച്ചാൽ ഓർമ്മയുണ്ട് അന്ന് നമ്മൾ പറഞ്ഞത് ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, ഓരോ കോഡും ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കണ്ടോ, നമ്മളിത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ആദ്യം ഏതായിരിക്കും റൺ ചെയ്യുക, നോർമൽ നോക്കിയാൽ എന്ത് മനസ്സിലാവുക, ഒന്നാമത്തെ റൺ ചെയ്യും, രണ്ടാമത്തെ റൺ ചെയ്യും, മൂന്നാമത്തെ റൺ ചെയ്യും. ഇതാണ് ഇന്റർപ്രിറ്റർ. ഓക്കെ, ലൈൻ ബൈ ലൈൻ ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ റൺ ചെയ്ത്, രണ്ടാമത്തെ റൺ ചെയ്ത്, മൂന്നാമത്തെ റൺ ചെയ്ത്. സിമ്പിൾ, ഇന്റർപ്രിറ്ററിന് സെറ്റായി. ഇനി അടുത്തത് വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, ഡാറ്റ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്, കുറച്ച് ഡാറ്റാസ് ഉണ്ട്. എന്നുള്ള ഡാറ്റയിൽ നമുക്ക് ഇൻറ്റിജർ, നേരത്തെ പറഞ്ഞ ഒരു ഇൻറ്റിജർ എന്ന് പറയുന്ന സംഭവമുണ്ട്, കിച്ചണിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. ഇതെന്ന് വെച്ചാൽ സാധാരണ നമ്പർ. പിന്നെ അടുത്തുള്ളത് ഫ്ലോട്ട് എന്ന് വെച്ചാൽ 1.5. ഓക്കെ, ഇതൊക്കെ നമ്മൾ വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അത് ഇൻറ്റിജർ ഫ്ലോട്ടിനായിട്ടുള്ള ഇങ്ങനെ വേരിയബിളാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. സി എന്ന് വെച്ചാൽ എന്താ, സി എന്ന് വെച്ചാൽ സ്ട്രിങ് എന്ന് വെച്ചാൽ ഹലോ വേൾഡ് കൊടുക്കുക. ഓക്കെ, അതേപോലെ ഡി എന്ന് വെച്ചാൽ എന്തായിരുന്നുണ്ടാ, ട്രൂ ഓർ ഫാൾസ്, ട്രൂ. ഓക്കെ, ഇത് ബൂളിയൻ ആണ്, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ട്രൂ ഓർ ഫാൾസ്. ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മൾ വരുന്ന സെക്ഷനിൽ പഠിക്കും. ജസ്റ്റ് ഡാറ്റ ടൈപ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതൊക്കെ പ്രിന്റ് ചെയ്യണം. നമുക്ക് ഈ കൺസോളിൽ ഇവിടെയുള്ള റൺ ചെയ്യുന്ന സംഭവത്തിൽ കാണിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യുക. എന്താണ് പ്രിന്റ് എ, ഓക്കെ, പ്രിന്റ് ബി, പ്രിന്റ് സി, പ്രിന്റ് ഡി. എൻ്റെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരും, എൻ്റെ ഒരു AI ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. സോ നിങ്ങൾ അടിച്ചടിച്ച് പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇതിനി പ്രിന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരിക, ഓക്കെ, പ്രിന്റ് എ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരും, ഇത് വരും, ഇത് വരും. ഓക്കെ, 1 വന്ന് 1.5 വന്ന് ഹലോ വേർഡ് വന്ന് ട്രൂ വന്ന്. ഓക്കെ, ഇതും റെഡിയായി. ഇനി ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വേരിയബിളിലല്ലേ സ്റ്റോർ ചെയ്യുന്നത്, ആക്ച്വലി ഇതിന്റെ ടൈപ്പ് എങ്ങനെ മനസ്സിലാവും നമ്മൾ, ലൈക്ക് ഇതിപ്പോ ഈ ടൈപ്പ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനൊരു കമാൻഡ് ഉണ്ട്, ടൈപ്പ്
ഓഫ് ബ്രാക്കറ്റിൽ ആ ഒരു വേരിയബിളിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടൈപ്പ് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ടൈപ്പ് ഓഫ് സി, അതേപോലെ ടൈപ്പ് ഓഫ് ഡി. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ക്ലാസ് ഇൻറ്റിജർ, ക്ലാസ് ഫ്ലോട്ട്, ക്ലാസ് സ്ട്രിങ്, ബൂളിയൻ. ഇത് നോക്കണ്ട, ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ. ഓക്കെ, ഈ 4 ഡാറ്റ ടൈപ്പ് നമ്മൾ പഠിച്ച്, വേരിയബിൾസ് പഠിച്ച്, പിന്നെ ഇന്റർപ്രിറ്റർ എന്താണെന്ന് പഠിച്ച്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാ കാര്യങ്ങളും. നമ്മൾ അടുത്ത സെഷനിൽ ഇതിലും ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.